ജനറൽ സെക്രട്ടറിക്കെതിരായ പരാമർശത്തിൽ ഖേദമറിയിച്ച് സിപിഐ ദേശീയ സെക്രട്ടറി പ്രകാശ് ബാബു എം.എ. ബേബിയോട് നേരിട്ട് ഖേദപ്രകടനം നടത്തി. പ്രശ്നപരിഹാരത്തിന് ബേബി നടത്തിയ ഇടപെടലിൽ പ്രത്യേകം നന്ദി അറിയിച്ചു. വിജിൻ വിവരങ്ങൾ നൽകും. വിജിൻ, പ്രകാശ് ബാബു നേരിട്ടെത്തി ഖേദം പ്രകടിപ്പിക്കുകയായിരുന്നു. ദിവ്യ നേരിട്ടെത്തിയല്ല, ഫോണിലാണ് പ്രകാശ് ബാബു ഖേദപ്രകടനം നടത്തിയത്. എം.എ. ബേബിയെ ഫോണിൽ വിളിച്ച് താൻ നടത്തിയ ആ പരാമർശം, അതായത് എം.എ. ബേബിക്ക് ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയില്ല, അങ്ങനെ ഒരു പ്രതിസന്ധിയിലാണ് എന്ന നിലയിലായിരുന്നു പ്രതികരണം പ്രകാശ് ബാബുവിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നത്. ഇതിലാണ് ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് ഇന്ന് നേരിട്ട് എം.എ. ബേബിയെ ഫോണിൽ വിളിച്ച് സംസാരിച്ചത് എന്നുള്ളതാണ് പ്രകാശ് ബാബു വ്യക്തമാക്കിയത്. പക്ഷേ അദ്ദേഹം അക്കാര്യം പരസ്യമായി പറയാൻ തയ്യാറായിട്ടില്ല. എന്തായാലും മന്ത്രി വി ശിവൻകുട്ടിയുടെ പ്രതികരണവും ഇതിന് സമാനമായ രീതിയിൽ തന്നെ രാവിലെ പ്രകാശ് ബാബു ജനയുഗത്തിലെഴുതിയ ലേഖനത്തിലും ഇക്കാര്യത്തിൽ ഒരു അനുനയത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത് അത് എം.എ. ബേബിയുടെ ഇടപെടൽ മൂലമാണ് എന്നുള്ള കാര്യം വ്യക്തമാക്കിയിരുന്നു. എം.എ. ബേബിക്കാണ് ഇക്കാര്യത്തിൽ നന്ദി പറയേണ്ടത്. കാരണം ദിവസങ്ങൾ തിരുവനന്തപുരത്ത് ക്യാമ്പ് ചെയ്ത് CPM സംസ്ഥാന സെക്രട്ടറിയുമായും മുഖ്യമന്ത്രിയുമായും ഒപ്പം തന്നെ CPI ദേശീയ നേതാക്കളും ഒക്കെയായി സംസാരിച്ച് ഈ പ്രശ്നം ഒരു പരിഹാരത്തിലേക്ക് എത്തിച്ചത് എം.എ. ബേബിയാണ് എന്നായിരുന്നു ആ ലേഖനത്തിലുണ്ടായിരുന്നത്. അതിനുശേഷമാണ് എം.എ. ബേബിയെ ഫോണിൽ വിളിച്ച് പ്രകാശ് ബാബു ഖേദപ്രകടനം നടത്തിയത്. ഒപ്പം തന്നെ മന്ത്രി നടത്തിയ പ്രസ്താവന, മന്ത്രി വി ശിവൻകുട്ടി ഈ അനുനയന നീക്കവുമായി CPIയുടെ ഓഫീസിലെത്തിയിരുന്നു, MN സ്മാരകത്തിലെത്തിയിരുന്നു. MN സ്മാരകത്തിൽ എത്തി ബിനോയ് വിശ്വവും ഒപ്പം തന്നെ GRNലുമായാണ് അന്ന് കൂടിക്കാഴ്ച നടത്തിയത്. അതിനുശേഷം പുറത്തിറങ്ങിയ GRNലാണ് പാർട്ടി ഓഫീസിലേക്ക് ആരെങ്കിലും എത്തിയാൽ കാണേണ്ട എന്ന് പറയാൻ കഴിയുമോ എന്നുള്ള തരത്തിലുള്ള പ്രസ്താവന നടത്തിയത്. ഇതിലാണ് ഈ PM ശ്രീയിലെ വിഷയമൊക്കെ കെട്ടടങ്ങിയ ശേഷമുള്ള മന്ത്രിയുടെ പ്രതികരണം ഏറെ വേദനിപ്പിച്ചതാണ്. GRNലിൻ്റെ ഭാഗത്തുള്ള പ്രസ്താവന എന്നുള്ളതാണ് മന്ത്രി വ്യക്തമാക്കുന്നത്. മന്ത്രി പറഞ്ഞത് ഇക്കാര്യത്തിൽ താൻ ആരോ ഒരാളാണ് എന്നുള്ള നിലയിലാണ് GRNലിൻ്റെ ഭാഗത്തുള്ള പ്രതികരണം ഉണ്ടായത്. ഒപ്പം തന്നെ പ്രകാശ് ബാബു എം.എ. ബേബിയെ പറ്റി പറഞ്ഞതിലും അത് തെറ്റായി പോയി, അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്ന പ്രതികരണമാണ് വി ശിവൻകുട്ടി നടത്തിയത്. ഒപ്പം ASFും AYFും തൻ്റെ ഓഫീസിലേക്ക് മാർച്ച് നടത്തുകയും ഒപ്പം തന്നെ അവർ തൻ്റെ കോലം കത്തിക്കുകയും ഒക്കെ ചെയ്തത് അത് പ്രതിപക്ഷ സംഘടനകൾ പോലും നടത്തുന്നതിനേക്കാൾ കടുത്ത നിലയിലായിരുന്നു എന്നുള്ള കാര്യവും മന്ത്രി ഇപ്പോൾ തുറന്നടിക്കുകയാണ്. എന്തായാലും തനിക്ക് ഇക്കാര്യത്തിൽ വിഷമമുണ്ടായിട്ടുണ്ട്, ആ വിഷമമാണ് തുറന്നു പറയുന്നത് എന്നുള്ളതാണ് മന്ത്രി തന്നെ വ്യക്തമാക്കുന്നത്. ഒപ്പം രാവിലെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ തന്നെ നടത്തിയ ചർച്ചയിൽ AISFിൻ്റെ സംസ്ഥാന സെക്രട്ടറി ജിസ്മോൻ തന്നെ മന്ത്രി ഏറ്റവും നല്ല വിദ്യാഭ്യാസ മന്ത്രിമാരിൽ ഒരാളാണ്, അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ആശയപരമായ പ്രശ്നമായിരുന്നു ഉണ്ടായിരുന്നത്. ഈ കാര്യത്തിൽ മന്ത്രിക്ക് ഏതെങ്കിലും തരത്തിൽ വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഖേദിക്കുകയാണ് എന്ന് ഖേദം പ്രകടിപ്പിക്കുകയാണ് എന്ന കാര്യം ജിസ്മോൻ തന്നെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ പരാമർശത്തിൽ പ്രകാശ് ബാബു ഖേദം അറിയിച്ചിരിക്കുകയാണ്. വിവരങ്ങളാണ് വിജിൻ വായന്തോട് നൽകിയത്.